യഥാർത്ഥത്തില് ശ്രേഷ്ഠ കാതോലിക്ക ബാവ പറഞ്ഞത് ഈ സഭയുടെ തർക്കം ഇനിയും വ്യവഹാരങ്ങളിലൂടെ ഇങ്ങനെ നീണ്ടു പോകരുത്, അടുത്ത തലമുറയിലേക്ക് ഈ കേസുകൾ കൈമാറാൻ ഇടയാകരുത്, ക്രിസ്ത്യാനികൾ സമൂഹത്തിന് മാതൃക കാട്ടുന്നവരായിരിക്കണം. അതുകൊണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് യാക്കോബായ സഭയ്ക്ക് അനുകൂലമായ ആശ്വാസകരമായ ഒരു വിധി ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും സഭ സമാധാനം ആഗ്രഹിക്കുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. മുൻപ് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിസഭ ഉപസമിതി, നിരവധി ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, മറ്റ് സാമുദായിക നേതാക്കന്മാരൊക്കെ ഈ ചർച്ചകൾക്ക് മുൻകൈ എടുത്തുവെങ്കിലും മറുവിഭാഗത്തിന്റെ നിഷേധാത്മകമായ നിലപാടുകൾ കൊണ്ട് ഈ ചർച്ചകളെല്ലാം വിഫലമാകുകയായിരുന്നു. എന്നാൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ വാർഷിക ദിനത്തിൽ ഒരു പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ്. നമുക്ക് സമാധാനപരമായി ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം. ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അടിസ്ഥാനം കോടതി വിധിയോ 34 ഭരണഘടനയോ ആയിരിക്കരുത്. വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാന പ്രമാണമായി വെച്ചുകൊണ്ട് ചർച്ചകൾക്ക് തയ്യാറാകണമെന്നാണ് കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ക്രിസ്തീയ മാർഗത്തിലൂടെ ക്രിസ്തു മനസ്സ് ഈ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന് തർക്കമുള്ള പള്ളികളിൽ ദൈവാത്മാവിന്റെ ഇടപെടലിലൂടെ ഓരോ വിശ്വാസികളും അതാത് സ്ഥലത്ത് പണികഴിപ്പിച്ചിട്ടുള്ള പള്ളികൾ അത് അവരുടെ വിശ്വാസത്തിൽ സ്ഥാപിച്ചെങ്കിൽ അത് അവർക്ക് തിരികെ കൊടുക്കണം. വേദപുസ്തകം പറയുന്ന വചനത്തിൽ അധിഷ്ഠിതമായ ഒരു സമാധാനപരമായ പരിഹാരമാണ് കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടത്. മറ്റൊന്നുമല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, ചുങ്കക്കാരനായ സഖായി പറയുന്നുണ്ട്, അന്യായമായി ഞാൻ അപഹരിച്ചെടുത്തിട്ടുള്ളത് 1-ന് 4 വീതം മടക്കി കൊടുക്കുന്നു. ഒരു കൊടുക്കുന്ന ആധ്യാത്മികത വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം മറുവിഭാഗത്തിന്റെ കാതോലിക്ക ബാവ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. പള്ളികളെല്ലാം പിടിച്ചെടുക്കും, ഒരു പള്ളിയും വിട്ടുകൊടുക്കുകയില്ല, അതിനുവേണ്ടി മരണം വരെ പോരാടാനും തയ്യാറാണ്. ഈ നോമ്പിന്റെ കാലയളവിൽ മരിക്കാനും പോരാടാനുമുള്ള ആഹ്വാനത്തിന് പകരം യാക്കോബായ സഭയുടെ കാതോലിക്ക ബാവ പറയുകയാണ്, നമുക്ക് സമാധാനപരമായി ഇത് അവസാനിപ്പിക്കാം, ഇടത്തോട്ടെങ്കിൽ വലത്തോട്ടായി നമുക്ക് 2 വഴികളിലായി തിരിയാം, സമാധാനപരമായി യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കാമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനിത്വവും യാക്കോബായ സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ വലിയ അടയാളവുമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പ്രകടമാകുന്നത്. ശരി, ഒരു കാര്യം കൂടെ ചോദിച്ചോളട്ടെ. ഈ ഓർത്തഡോക്സുകാർക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആറന്മുളയിൽ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ്. അബിൻ വർക്കിക്ക് വോട്ട് ചെയ്യുമോ വീണ ജോർജിന് വോട്ട് ചെയ്യുമോ? 2 പേരും ഓർത്തഡോക്സുകാരാണ്. പക്ഷേ യാക്കോബായ സഭയ്ക്ക് പ്രത്യേകിച്ച് പെരുമ്പാവൂരൊക്കെ വരുമ്പോൾ അവിടുത്തെ 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികളും യാക്കോബായക്കാരാണ്. മറ്റ് പല സ്ഥലങ്ങളിലും അതേപോലെ യാക്കോബായക്കാരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. ഈ പിറവത്തും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ കൂടി ഇന്ന് ബാവ തിരുമേനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സഭയിലെ ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതായത് സഭയിലെ വിശ്വാസികൾക്ക് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. യാക്കോബായ സഭാ വിശ്വാസികൾ വിശ്വാസ തീഷ്ണതയോടൊപ്പം പൗരബോധവും രാഷ്ട്രീയ അവബോധവും ജനാധിപത്യ പക്വതയുമുള്ള ആളുകളാണ് യാക്കോബായ സഭാ വിശ്വാസികൾ. ഒരു സഭകളിലും ഇല്ലാത്തതുപോലെ യാക്കോബായ അതുകൊണ്ട് ആ കാര്യത്തിൽ ആ വിഷയത്തിലൊരു കൺഫ്യൂഷൻ ഇല്ല, യാതൊരു കൺഫ്യൂഷനും വിശ്വാസികൾക്കില്ല. കാരണം അവര് പക്വതയുള്ളവരും പൗരബോധമുള്ളവരാണ്. അവർക്കറിയാം അവരുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ആർക്കും നൽകണമെന്ന്. അതുകൊണ്ട് പ്രത്യേക ഒരു നിഷ്കർഷയുടെയോ നിർദ്ദേശത്തിന്റെയോ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് സഭയുടെ ബാവ മനസ്സാക്ഷി വോട്ട് എന്ന് പറഞ്ഞത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.